എല്ലാവർക്കും ആന്ധ്ര മിഷൻ ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ആന്ധ്രാപ്രദേശിലെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ അവിടുത്തെ ചില ആന്ധ്രാപ്രദേശിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രചോദനത്തിനും ദൈവനാമത്തിലുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ഈ ചെഞ്ചു വിഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അവരുടെ ആരാധനാ രീതികളെക്കുറിച്ചും അത് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും ഒക്കെ ഞാൻ ഏതാണ്ടൊരു ചെറിയ ഒരു രൂപരേഖ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇവരെ സംബന്ധിച്ച് ഒരു മതത്തിലും പെട്ടവരല്ല, ഈ ചെഞ്ചു സമുദായത്തിൽപ്പെട്ടവർ ഒരു മതത്തിലും പെട്ടവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാസ്തവം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം മതപരിവർത്തനം എന്നുള്ളത് അല്ല, മതപരിവർത്തനമല്ല നമ്മുടെ ലക്ഷ്യം. അത് അന്നു മുതൽ ഇന്ന് വരെയും മതപരിവർത്തനം എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ലക്ഷക്കണക്കിന് വില്ലേജുകളുണ്ട്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, വിവിധ സംസ്കാരങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്നു. ക്രിസ്തീയ മിഷണറിമാരും പ്രവർത്തകരും ഒക്കെ ധാരാളം മനുഷ്യനെ മാറ്റിയെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെഞ്ചു എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അവരുടെ ആരാധന രീതികൾ വളരെ വികൃതമായിട്ടുള്ള, അവരുടെ ആരാധന രീതികൾ വളരെ കൗതുകമുണർത്തുന്ന രീതിയിലുള്ള ആരാധന രീതികളാണ്. ഇവർക്കൊരു കുലദേവതയുണ്ട്, ആ ദേവതയുടെ പേര് മൈസമ്മ എന്നാണ്. ഈ മൈസമ്മ എന്ന് പറയുന്ന ആ കുലദേവതയെക്കുറിച്ച് ധാരാളം സങ്കല്പങ്ങളുണ്ടെന്ന് ഞാൻ വിവരിക്കുന്നില്ല. അവരുടെ വിവാഹം, അതുപോലെ തന്നെ അവരുടെ ആരാധനാ രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ അവരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിത രീതികൾ മാറണം. നിങ്ങളുടെ ഈ അനാഗരികമായിട്ടുള്ള ജീവിത രീതികൾ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം, നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യണം, നിങ്ങൾക്ക് നല്ല വീടുകൾ ഉണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ അവരോട് തീർച്ചയായിട്ടും പറഞ്ഞിരുന്നത്. നമ്മൾ അവരെ ഈ ഒരു മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി അവരെ മനുഷ്യരാക്കി തീർക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഇന്നത്തെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മതപരിവർത്തനം എന്നതിൻ്റെ പേരിൽ മനുഷ്യനാക്കി തീർക്കുന്നതിൻ്റെ പേരിൽ ഇന്ന് ഉപദ്രവിക്കപ്പെടുന്നു, അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നും ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മതപരിവർത്തനം എന്നുള്ളതല്ല. എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്ക്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും സഹായിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെഞ്ചു എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ఈరోజు దేవుడు మనతో పాటు ఉన్నాడు కాబట్టి మనం ఇక్కడ కూర్చోగలుగుతున్నాం. అవునా కదా? ఎంతమంది ఈ లోకాన్ని విడిచిపెట్టి వెళ్ళిపోతున్నారు యవనస్తులు. మనకు ఈ భూమి మీద ఉన్నటువంటి జీవితం అనేది చాలా చిన్న జీవితం అండి. 50 సంవత్సరాలు, 60 సంవత్సరాలు, 70 సంవత్సరాలు అంటే త్వరగా వెళ్ళిపోతుంది. కానీ పరలోక రాజ్యంలో మనం ఎంతకాలము అనేది వందలాది, వేలాది, లక్షలాది సంవత్సరాలు మన పరలోక రాజ్యంలో ఎవరితో నివాసం చేయాలి? యేసయ్యతో నివాసం చేయాలి. హల్లెలూయా. నా ఆశనివయ్యా, నా శ్వాసనివయ్యా యేసయ్యా, నిన్ను చూడాలని ఆశ యేసయ్యా, నిన్ను చేరాలని. రెండు చేతులు పైకెత్తండి అందరూ. యేసయ్యా, నిన్ను చూడాలని ఆశ యేసయ్యా, నిన్ను చేరాలని ఆశ.